ഇന്ന് നമുക്ക് ഇലയില പത്തിരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇവിടെ ഇലയില പത്തിരി എന്ന് പറയും, അതുപോലെ തന്നെ ടയർ പത്തിരി എന്നൊക്കെ പറയും കേട്ടോ. ടയർ പത്തിരി എന്ന് പറയും, അതുപോലെ തന്നെ ഒറോട്ടി എന്നൊക്കെ പറയും. വേറെ എന്തേ പേരുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. വേറെ എന്തേ പേരുണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കാം. ഞാനിവിടെ മൂടേരിൻ്റെ പൊടിയാണ് എടുത്തത്. മൂടേരിയും പച്ചരിയും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിച്ചതാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും മൂടരി മാത്രം തലേന്ന് കുതിർത്ത് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നമ്മളെ മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചിട്ട് അത് ലേശം പച്ചരിപ്പൊടിയിട്ട് കുഴച്ചിട്ട് അങ്ങനെ ആക്കാം കേട്ടോ. നമ്മളെ പത്തിരിപ്പൊടിയില്ലേ അത് ഇട്ടിട്ട് കുഴച്ചിട്ട് അങ്ങനെയും ചെയ്യുക. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു റെസിപ്പി വേണ്ടിയോൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. ഞാനതുപോലെ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിപ്പോൾ മൂടരിയും പച്ചരിയും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിച്ചതാണ് കേട്ടോ. മൂടരി ലേശം കൂടുതലും അതുപോലെ തന്നെ പച്ചരി കുറവാണ് കേട്ടോ. ഞാൻ ഈ ഒരു പൊടിക്കുന്ന പൊടിക്ക് അതുപോലെ തന്നെ നല്ലോണം നൈസായിട്ട് പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഒരു ലേശം ഒരു തരിതരിങ്ങനെ വേണം ഈ ഒരു പൊടിക്ക്. ഇതിപ്പം മൂടരി എന്ന് പറയുന്ന ഒരു ലേശം പൊന്നിയരിയും അതുപോലെ തന്നെ റേഷൻ കടയിലെ അരിയും കൂടി ഉണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സാണ്. മൂടരി അതുപോലെ തന്നെ പുഴുങ്ങലരി എന്നൊക്കെ പറയില്ലേ, ഈ ഒരു അരിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലേശം ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അധികം ചൂടുള്ള വെള്ളമല്ല, ഒരു ഇളം ചൂട്. പിന്നെ എല്ലാ പൊടിക്കും നമ്മൾ ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പൊടി എന്ന് പറഞ്ഞാൽ ലേശം ഒരു ഉറപ്പുള്ള ടൈപ്പ് പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തത്. ഓരോ അരിക്കും ഓരോ സ്വഭാവമായിരിക്കുമല്ലോ. ചില ടൈമിന് പറ്റുള്ള അരി ഉണ്ടാവും, ചില ടൈമിന് ഉറപ്പുള്ള ടൈപ്പ് ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ച് നോക്കിയിട്ട് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാലും മതിയാവും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കറക്റ്റാണ് കേട്ടോ. ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ട് ബാക്കി ഞാൻ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു അരി കുഴച്ചെടുക്കുന്നത്. ഇതിന് ലേശം തരി വേണം കേട്ടോ. അധികം സോഫ്റ്റും ആകരുത് കേട്ടോ. ഈ ഒരു പൊടി ലേശം തരി ഇങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു പത്തിരിക്ക് നല്ല ബോൾ പോലെ പൊങ്ങിയിട്ട് ഉൾഭാഗം നല്ല തരി ഇങ്ങനെ ഉണ്ടാകുക കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്താൽ. അതേസമയം ഞാൻ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉപ്പ് ഇടുന്ന കാണുന്നില്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. വെള്ളം കൂടി പോകാൻ പാടില്ല. നമ്മൾ ഏകദേശം പത്തിരിക്കൊക്കെ കുഴക്കിയല്ലോ, അത് തന്നെ ഈ ഒരു കറക്റ്റ് പാകത്തിനാക്കി കുഴച്ച് വെക്കുക. ഞാനിപ്പോൾ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കൈവച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ആ പത്തിരിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വലിയ ഉരുളാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതേപോലെയാണ് ഞാൻ പത്തിരി ചുട്ടെടുക്കുന്നത്, വലിയ ഉരുളാക്കിയിട്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം കറക്റ്റ് പാകമാണ് കേട്ടോ. തരിങ്ങനെ ഉണ്ട്, അതുമല്ല ലേശം സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ ഉറപ്പൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയത് ഇലയാണ് കേട്ടോ. ഈ ഇലയിലാണ് ഞാൻ പത്തിരി ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഓരോ പത്തിരി ഉരുളകളാക്കിയിട്ട് ഈ ഒരു ഇലേൻ്റെ അകത്തേക്ക് പരത്തി കൊടുക്കാം. ഞാൻ ഈ ഒരു പത്തിരി കല്ലിനാണ് കേട്ടോ ഞാനിപ്പോൾ ചുട്ടെടുക്കുന്നത്. നമ്മളിപ്പോൾ പത്തിരി പരത്തുന്നതിന് മുമ്പായിട്ട് തന്നെ പത്തിരി കല്ല് ചൂടാകാൻ വെക്കണം കേട്ടോ. എന്നാലാണ് പത്തിരി പെട്ടെന്ന് ഈ ഒരു പത്തിരി പരത്തിയിട്ട് ഈ കല്ലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പത്തിരി അധികം ചുട്ടെടുക്കാൻ മങ്കല്ലിലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചട്ടിയിൽ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ചുട്ടെടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ നമുക്ക് കറക്റ്റ് വേവ് തന്നെ കിട്ടും കേട്ടോ. എളുപ്പമാണ്, 2-3 എണ്ണമൊക്കെ ഇട്ടിട്ട് എളുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിതാ ഉരുട്ടിയെടുക്കട്ടെ. നമ്മളെ മാവ് ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഉരുട്ടിയെടുക്കട്ടെ. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളെ ഇലയിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കട്ടോ. അധികം നൈസാക്കി പരത്തണ്ട, നമ്മൾ ലേശം ഒരു കട്ടിക്ക് നിന്നോട്ടെ കേട്ടോ പരത്തുന്നത്. കുറച്ചൊരു കട്ടിയിൽ പരത്തണം, എന്നാലാണ് നമ്മളെ ടയർ പത്തിരി കറക്റ്റ് ടയറിൻ്റെ ആ രൂപത്തിലൊക്കെ വരും കേട്ടോ. നല്ല ബോൾ പോലെ പൊങ്ങിയൊക്കെ വരും. അപ്പോൾ ഇതേപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരില മുകളിൽ വെച്ചിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കല്ല് നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇത് ഓരോ ഇലയിൽ പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്തതും കൂടി പരത്തിയിട്ട് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ നമ്മൾ കൈവച്ച് പരത്തുക.
എന്നിട്ട് മേലെ ഇല വെച്ചിട്ട് അതേപോലെ ഒരു സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ 3 പോരെ നമുക്ക് ചൂടാം, 3 4 ചൂടാം കേട്ടോ. ആദ്യം ഇട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അടിഭാഗത്തെ ഇല ഒന്ന് വാടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ടാവും. ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് മറ്റേതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതും കൂടി പരത്തിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. മൂന്നെണ്ണം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് ഇങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും എടുക്കണം കേട്ടോ. അടിഭാഗം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഫുൾ തീയിൻ്റെ എണ്ണ ഇട്ടുകൊണ്ട് വേണ്ടിട്ടോ. അതിങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ട് ചെയ്യണം. പെട്ടെന്ന് തിരിച്ച് മറിച്ചിടണ്ട കേട്ടോ. കുറച്ച് നേരം വെച്ചിട്ട് ലേശം നേരം വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ ചുട്ടെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് സ്പീഡൊന്നും കൂട്ടിയിരിക്കുന്നില്ല, കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇലൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതേപോലെ ഒന്ന് വാടി വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ മുകളിൽ നിന്ന് വിട്ട് കിട്ടുന്നത് വരെ, നമ്മളെ പത്തിരിൻ്റെ മുകളിൽ നിന്ന് ഇല വിട്ട് പോകുന്നത് വരെ ഒന്ന് ഇതേപോലെ മറിച്ചിട്ടും തിരിച്ചിട്ടും എടുക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇലൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരും കേട്ടോ. ഈ ഒരു പത്തിരിക്ക് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിത് ലാസ്റ്റ് തേങ്ങാപ്പാൽ മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാലാക്കിയാൽ. ലാസ്റ്റ് ഒന്ന് തേങ്ങാപ്പാൽ ചൂട് തന്നെ ആക്കി കൊടുക്കുക വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇത് ഇറച്ചിക്കറിൻ്റെ ഒപ്പരോ അതുപോലെ തന്നെ മുട്ടക്കറി അങ്ങനെയൊക്കെ കേട്ടോ ഇതിന് നല്ല ടേസ്റ്റാണ്. മുട്ടക്കറിയാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഇതാ നല്ലോണം വാടി വന്നിട്ടുണ്ട് നമ്മളെ ഇല. ഇപ്പം ഞാൻ സ്ഥാനം ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുള്ള ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം ഇലയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാനിത് നമ്മൾ ആവിച്ചെമ്പിൻ്റെ മൂടിയില്ലേ, വലിയൊരു മൂടിയുണ്ട്, അതിനെ കൊണ്ട് മൂടി വെക്കാൻ പോവാന്നേ. ബാക്കി വേവൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേവും. അന്നേരം ഒന്ന് നമ്മൾ സ്ലോയിലാക്കി വെക്കുക കേട്ടോ. കുറച്ച് നേരം നമ്മൾ ആവിച്ചെമ്പിൻ്റെ മൂടി വെക്കുന്ന സമയത്ത് കുറച്ചൊരു സ്ലോയിലാക്കി വെക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പൊങ്ങി വരും കേട്ടോ. പത്തിരൊന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരും. കുറച്ച് നേരം ആവി കയറിക്കോട്ടെ. എന്നിട്ട് ആവിച്ചെമ്പിൻ്റെ മൂടി എടുത്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആവിച്ചെമ്പിൻ്റെ മൂടി എടുത്തിട്ട് ഇതേപോലെ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മൂടി വെക്കുക കേട്ടോ. അതേപോലെ തന്നെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പണ്ടൊക്കെ ഇത് മൺകല്ലുമ്മലാന്ന് കേട്ടോ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുക. ഇപ്പോൾ 2 3 ഇടുന്ന മൺകല്ലുണ്ട്. എൻ്റെ കയ്യിൽ അതില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പത്തിരിക്കല്ലുമ്മലിട്ട് ചുട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നിങ്ങളെ കയ്യിൽ മൺകല്ലുണ്ടെങ്കിൽ ഇതേപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ തൊലിഭാഗം ഒരു ഉറപ്പ് വന്നി കിട്ടാം. മുകൾ ഭാഗം അതിനെ കൊണ്ട് നമുക്ക് ഈ ഇല ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. ഏകദേശം പൊങ്ങി വന്ന പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇലയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബാക്കി കല്ലുമേലിട്ടിട്ട് ഇതേപോലെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ പൊങ്ങി വന്നിക്കിട്ടോ. കറക്റ്റ് വീഡിയോയിൽ മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് ബോൾ പോലെ ഏകദേശമായി വന്നിട്ടുണ്ട്. കറക്റ്റ് മനസ്സിലാവായിട്ടാട്ടോ. അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റായിരുന്നു. എന്നിട്ട് ഞാൻ ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി പൊങ്ങി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഞാനൊന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം പൊങ്ങി വന്നിക്കിട്ടോ. പിന്നെ ഒന്നും കൂടി ഉള്ളൊന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തതാണ്. അപ്പോൾ ഇതേപോലെ ആക്കുന്ന സമയത്ത് ബാക്കിയും കൂടി ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവായിരിക്കും. പൊങ്ങി വന്നാൽ ഇനിയിപ്പോൾ ഇത് റൗണ്ടാക്കി എടുക്കണം. നമ്മൾ സൈഡൊന്ന് റൗണ്ടാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ പൊങ്ങി വന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം ഞാൻ ഇതേപോലെ വെച്ചിട്ടൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ.
ഈ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത്. മനസ്സിലാവുന്നില്ല. പത്തിരി ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടി കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നാലത് സൈഡ് ഭാഗമൊക്കെ കറക്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. ചിലവർ തുണി കൊണ്ട് പിടിച്ചിട്ടൊക്കെ ചെയ്യുന്ന കാണാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിനും വേണ്ടി ഇതേപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലത്തെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഉരുട്ടി എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ടയർ പോലെ ആയിട്ട് കിട്ടും കേട്ടോ ഇതേപോലെ. അങ്ങനെയാണ് ഇതിന് ടയർ പത്തിരി എന്ന് പേര് വന്നതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതേപോലെ ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയിട്ട് എടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. സൈഡ് രണ്ട് ഭാഗവും നല്ലൊരു മണമാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ കാസ്ട്രോളിലിട്ടിട്ട് അടച്ച് മൂടി വെക്കുക കേട്ടോ. അപ്പം ബാക്കി പത്തിരിയും കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക, എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. ബാക്കി പത്തിരിയും കൂടി ഇതേപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ 6 പത്തിരിയാണ് കേട്ടോ ചുട്ടെടുത്തത്. ഞാൻ മുഴുവനായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ ആകെ 3 പത്തിരിൻ്റെ ഇതാണ് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയും കൂടി ഞാൻ തേങ്ങാപ്പാലിൻ്റെ അകത്ത് ഇട്ടിട്ട് തേങ്ങാപ്പാൽ നല്ലോണം ഒന്ന് അതിൻ്റെ മേലെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ കാസ്ട്രോളിലിട്ട് മൂടി വെക്കും കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒപ്പം ബീഫ് കറിയാണ് കേട്ടോ കൂട്ടിയത്, അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് പോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ.